എല്ലാവർക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന സെക്ഷനാണ് നോക്കേണ്ടത്. നമുക്കറിയാം ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് അത് ഫംഗ്ഷനുകൾ തന്നെയാണ്. അത്തരത്തിലുള്ള ഫംഗ്ഷനുകളുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അതിൻ്റെ യുണീക്ക്നെസ്സിനെ കുറിച്ചിട്ടുമാണ് നമുക്കിവിടെ നോക്കേണ്ടത്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ്. ഇവിടെ തന്നിട്ടുള്ള a1x പ്ലസ് b1y ഈക്വൽ ടു c1, a2x പ്ലസ് b2y ഈക്വൽ ടു c2 എന്ന് പറയുന്ന രണ്ട് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനുകളെന്ന് പറയുന്നത് മൂന്ന് തരത്തിലുള്ള സൊല്യൂഷൻസാണ്. ഒന്നുകിൽ സൊല്യൂഷൻസ് ഇല്ല എന്നുള്ളതും, അല്ലെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ എന്നുള്ള നിലയിലും, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് എന്നുള്ള നിലയിലുമാണ് ഇവിടെ നമുക്ക് കിട്ടുക. ഇവിടെ കോഎഫിഷ്യൻസ് a1/a2 ഈക്വൽ ടു b1/b2 ഈസ് നോട്ട് ഈക്വൽ ടു c1/c2 എന്നുള്ള നിലയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നോ സൊല്യൂഷൻസ് എന്ന സംഗതിയായിരിക്കും നമുക്ക് ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന് വരിക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 3x പ്ലസ് 2y ഈക്വൽ ടു 9 ആൻഡ് 3x പ്ലസ് 2y ഈക്വൽ ടു 19 എന്ന് പറയുന്ന ലീനിയർ ഇക്വേഷൻ, ഇത് പാരലൽ ലൈൻസ് ആണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പാരലൽ ലൈൻസ് ആകുമ്പോഴത്തേക്ക് നോ സൊല്യൂഷൻസ് ആണ് വരിക. ഒരു പോയിന്റിലും അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നോ സൊല്യൂഷൻസ് ആണ് നമുക്കവിടെ കിട്ടുക. അതേസമയം a1/a2 ഈസ് നോട്ട് ഈക്വൽ ടു b1/b2 എന്നുള്ള നിലയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു യുണീക്ക് സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് കിട്ടുക a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2 എന്നുള്ള നിലയിൽ ഒട്ടനവധി പോയിന്റുകളിൽ ഈ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സൊല്യൂഷൻസ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് എന്നുള്ള നിലയിലേക്ക് വരും. അതുപോലെ തന്നെ രണ്ട് ലൈൻസ് ഒറ്റ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് യുണീക്ക് സൊല്യൂഷൻസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനുകളുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പിന്നെ നോ സൊല്യൂഷൻസ് എന്നും യുണീക്ക് സൊല്യൂഷൻസ് എന്നും ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസും എന്നും മറ്റും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ കാര്യത്തിലും നമുക്ക് അത്തരത്തിൽ നോ സൊല്യൂഷൻസ് ആണോ യുണീക്ക് സൊല്യൂഷൻസ് ആണോ അതോ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം തന്നിട്ടുണ്ട്, xy ഡാഷ് ഈക്വൽ ടു y വിത്ത് ദ ഇനിഷ്യൽ കണ്ടീഷൻ y ഓഫ് 0 ഈക്വൽ ടു 1. നമുക്ക് അവിടുന്ന് dy/dx എന്ന് പറയുന്നത് y/xയിലേക്ക് മാറ്റാം. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ log y ഈക്വൽ ടു log x പ്ലസ് log c എന്നുള്ള നിലയിലേക്ക് വരാം. ദാറ്റ് ഈസ് y ഈക്വൽ ടു xc എന്നുള്ളത് നമുക്ക് കിട്ടും. ഒരു ജനറൽ സൊല്യൂഷൻ y ഈക്വൽ ടു xc കിട്ടും. നമുക്കപ്പോൾ ഒരു ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുള്ള ഇനിഷ്യൽ കണ്ടീഷൻ കൂടി അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. y ഓഫ് 0 ഈക്വൽ ടു 1 ആകുമ്പോൾ x0 y ഈക്വൽ ടു 1, ദാറ്റ് ഈസ് c എന്ന് പറയുന്നത് ഒരു 1 ഈക്വൽ ടു 0 ഇൻറ്റു c എന്നുള്ള നിലയിലേക്ക് വരും. അപ്പോൾ ഒരു നോ സൊല്യൂഷൻസ് ആണ് അവിടെ നമുക്ക് കണ്ടെത്താനായിട്ട്, നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് നോ സൊല്യൂഷൻസ് എന്നുള്ളത് നമുക്ക് പറയാം. രണ്ടാമത്തെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡാഷ് ഈക്വൽ ടു 2x ഈക്വൽ ടു y ഡാഷ് ഈക്വൽ ടു 2xും വിത്ത് ദ ഇനിഷ്യൽ കണ്ടീഷൻ y ഓഫ് 0 ഈക്വൽ ടു 1. അവിടെയും നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് y ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് c എന്നുള്ള ജനറൽ ഇക്വേഷൻ, ജനറൽ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനിഷ്യൽ കണ്ടീഷൻ y ഓഫ് 0 ഈക്വൽ ടു 1 അപ്ലൈ ചെയ്യുമ്പോൾ x 0 ആകുമ്പോൾ y 1 ആകുമ്പോൾ 1 ഈക്വൽ ടു 0 പ്ലസ് c ഈക്വൽ ടു 1 എന്നുള്ള ഒരു സംഗതി വരും. അപ്പോൾ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്കവിടെ സാധ്യമാണ്. ഒരേ ഒരു സൊല്യൂഷനാണ് അവിടെ കിട്ടുക, y ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് 1 എന്നുള്ള ഒരേ ഒരു സൊല്യൂഷൻ, യുണീക്ക് സൊല്യൂഷൻ. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു യുണീക്ക് സൊല്യൂഷൻ കിട്ടി. ഇനി നമുക്ക് മറ്റൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ പരിശോധിക്കാം. xy ഡാഷ് ഈക്വൽ ടു y മൈനസ് 1 വിത്ത് ദ ഇനിഷ്യൽ കണ്ടീഷൻ y ഓഫ് 0 ഈക്വൽ ടു 1. അവിടെ നമുക്ക് 1/y മൈനസ് 1 dy ഈക്വൽ ടു 1/x dx, അതിനെ log y മൈനസ് 1 log ഈക്വൽ ടു log x പ്ലസ് log c എന്നുള്ളത് കാണാം. ദാറ്റ് ഈസ് y മൈനസ് 1 ഈക്വൽ ടു x ഇൻറ്റു c. ഇനി ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് y മൈനസ് 1 ഈക്വൽ ടു x ഇൻറ്റു c എന്നുള്ള നിലയിലേക്ക് എത്തുള്ളൂ. സി നമുക്ക് വാല്യൂ കണ്ടെത്താനായിട്ട് ഒരു പർട്ടിക്കുലർ വാല്യൂ അല്ല, സിക്ക് ഒരുപാട് വാല്യൂസ് നമുക്ക് വരും എന്നുള്ളതാണ്. സിക്ക് ഒന്നല്ല ഇൻഫൈനൈറ്റ്ലി മെനി
സികൾ മാറുന്നതിനനുസരിച്ചിട്ട് ഒരു സൊല്യൂഷൻ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വരിക. അപ്പോൾ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ്ലി മെനി എന്നുള്ള നിലയിലേക്ക് നമുക്ക് വരും. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലംസ് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് നോ സൊല്യൂഷൻസ് എന്നും വരാം, യുണീക്ക് സൊല്യൂഷൻ വരാം, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസും വരാം. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾക്ക് എത്തരത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാൽ ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ നോ സൊല്യൂഷൻസ് എന്നുള്ള നിലയിലേക്ക് വരുന്നത് എങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാൽ, എന്തെല്ലാം കണ്ടീഷനിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്കൊരു സൊല്യൂഷൻ, ഒറ്റ സൊല്യൂഷനെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു സൊല്യൂഷനെങ്കിലും കിട്ടും എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു തിയറമാണ് എക്സിസ്റ്റൻസ് തിയറം എന്ന് പറയുന്നത്. അവിടെ എക്സിസ്റ്റൻസ് ഓഫ് എ സൊല്യൂഷൻ, അതിൻ്റെ കണ്ടീഷനുകളാണ് അവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം അത്തരത്തിൽ എക്സിസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് യുണീക്ക് ആകുമോ അതോ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് കിട്ടുമോ എന്നുള്ളതിനെ പറ്റി പറയുന്ന ഒരു തിയറമാണ് യുണീക്ക്നെസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് തിയറങ്ങളാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട്. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് ഇവിടെ ആവശ്യമില്ല, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് നമുക്ക് ഇവിടെ പരിശോധിക്കേണ്ടത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർത്തുകൊണ്ട് പോവാം. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോഡുലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഈസ് ലെസ് ദാൻ എ എന്നുള്ളത്. എക്സ് ഒരു ഇൻ്റർവെല്ലാണ് അല്ലേ. എക്സ് നോട്ട് മൈനസ് എ എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിലെ ലിമിറ്റും എക്സ് നോട്ട് പ്ലസ് എക്സ് നോട്ട് പ്ലസ് എ എന്ന് പറയുന്ന റൈറ്റ് സൈഡിലുള്ള ഒരു ലിമിറ്റും ഉണ്ട്. അപ്പോൾ ഇതിന് അകത്ത് കിടക്കുന്ന എലമെൻറ്റുകളാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർവെല്ലിൽ കിടക്കുന്ന ഒരു പോയിൻ്റുകളാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ഫംഗ്ഷൻ ബൗണ്ടഡ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ എലമെൻറ്റിന് തുല്യമോ അതിന് താഴെയോ കിടക്കണം. മോഡുലസ് എഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ദി ഡൊമൈൻ. ആ ഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റുകൾക്കും അതിൻ്റെ ഫങ്ഷണൽ വാല്യൂസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ എലമെൻറ്റിന്, ഒരു കെ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിന് തുല്യമോ അതിന് താഴെയോ കിടക്കണം. ഇതാണ് ബൗണ്ടഡ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ. ബൗണ്ടഡും അതുപോലെ തന്നെ മോഡുലസ് ഫംഗ്ഷനും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എക്സിസ്റ്റൻസ് തിയറം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിൻറ്റ്സ് എക്സ് വൈ ഇൻ സം റെക്റ്റാങ്കിൾ ആർ സച്ച് ദാറ്റ് മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ എ mod y minus y naught is strictly less than b and bounded in R, say mod f of xy is less than or equal to k for all xy in R, then the initial value problem y dash equal to f of xy with the initial condition y of x naught equal to y naught has at least one solution yx. This solution is defined at least for all x in the interval mod x minus x naught less than alpha, where alpha is the smaller of the two numbers a and b by k. ഇതാണ് തിയറം പറയുന്നത്. അതായത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. എക്സ് വൈ എടുത്തിരിക്കുന്ന എല്ലാ പോയിൻറ്റുകളിലും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. ആ ഫംഗ്ഷൻ വാല്യൂസ് ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കണം. അതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് മോഡുലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഈസ് ലെസ് ദാൻ എ ആൻഡ് വൈ മൈനസ് വൈ നോട്ട് ഈസ് ലെസ് ദാൻ ബി എന്നുള്ള ആ ഡൊമൈൻ്റെ ബൗണ്ടറി അതാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം ഒരു റെക്റ്റാങ്കിൾ അല്ലേ. റെക്റ്റാങ്കിളിൽ നമുക്ക് അതിൻ്റെ ഡൊമൈൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ആറ് എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ.
അവിടെ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിൻറ്റും വൈ നോട്ട് എന്ന് പറയുന്ന എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിൻ്റ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിൻ്റ് ആ റെക്റ്റാങ്കിളിനെ ഒരു പോയിൻ്റായിട്ട് നമുക്ക് കാണാം. ഇനി ഫംഗ്ഷൻ വാല്യൂസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് മോഡുലസ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആയിരിക്കണം, ബൗണ്ടഡ് ആയിരിക്കണം എന്നർത്ഥം. ഈ രണ്ട് കാര്യങ്ങളും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ തന്നിട്ടുള്ള ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം വൈ ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻ വൈ ഓഫ് എക്സ് നോട്ട് എന്ന് ഈക്വൽ ടു വൈ നോട്ട് എന്ന് പറയുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു സൊല്യൂഷനെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ് ഈ തിയറം പറയുന്നത്. അപ്പോൾ ഈ ഡൊമൈൻ്റെ ഈ ഒരു പ്രത്യേകത നമുക്ക് ഉണ്ടായിരിക്കണം. കണ്ടീഷൻ ഉണ്ട്, കണ്ടീഷണബിളാണ്. ഡൊമൈന് ഈ ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൗണ്ടഡും ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ആ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം അതിനൊരു അറ്റ്ലീസ്റ്റ് വൺ സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. അതിൻ്റെ സൊല്യൂഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദി സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് അറ്റ്ലീസ്റ്റ് ഫോർ ഓൾ എക്സ് ഇൻ ദ ഇൻ്റർവെൽ മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് ഈസ് ലെസ് ദാൻ ആൽഫ. ആൽഫ ഈസ് സ്മോളർ ഓഫ് ദി ടു നമ്പേഴ്സ് എ ആൻഡ് ബി ബൈ കെ എന്നുള്ളതായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. ആ സൊല്യൂഷൻസിൻ്റെ പ്രത്യേകത ഇത്തരത്തിലായിരിക്കും എന്നുള്ളതാണ് ഈ തിയറം പറയുന്നത്. ഇനി അത്തരത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് യുണീക്ക് ആവുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അപ്പോൾ അതിന് എന്തെല്ലാം അഡീഷണൽ കണ്ടീഷൻസ് കൊടുക്കാം എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു തിയറം പറയുന്നത്. ഇഫ് എഫ് ഓഫ് എക്സ് വൈ ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ del f by del y are continuous for all xy in that rectangle R and bounded. Say mod f is less than or equal to k and del f by del y mod del f by del y is less than or equal to m for all xy in m. Then the initial value problem y dash equal to f of xy with the initial condition y of x not equal to y not has at most one solution yx എന്നുള്ളതാണ്. അതായത് ഇവിടെ ഫംഗ്ഷൻ മാത്രമല്ല, എഫ് ഓഫ് എക്സ് വൈ മാത്രമല്ല ബൗണ്ടഡ്, അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സും ബൗണ്ടഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ ബൗണ്ടഡ് ആയാൽ മാത്രമേ ആ ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ യുണീക്കാണെന്ന് പറയാൻ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടിയുണ്ട്, എഫ് ഓഫ് എക്സ് വൈയും ഡെൽ എഫ് ബൈ ഡെൽ വൈയും കണ്ടിന്യൂസ് ആയിരിക്കണം. എക്സ് വൈ ഓൾ എക്സ് വൈയിൽ റെക്റ്റാങ്കിളിലുള്ള എല്ലാ പോയിൻറ്റുകളിലും കണ്ടിന്യൂസ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് കൂടി വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് യുണീക്ക് സൊല്യൂഷനാണ് എന്നുള്ളത് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യേണ്ടത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. വൈ ഡാഷ് എന്ന് പറയുന്നത് 1 + y² വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻ y0 = 0 ആൻഡ് ടേക്ക് ആർ എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ. ഇങ്ങനെയാണ് അതിൻ്റെ ബൗണ്ടറി വരിക. മോഡ് എക്സ് ലെസ് ദാൻ 5, മോഡ് വൈ ലെസ് ദാൻ 3. അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മുടെ ആ ബൗണ്ടറിയുടെ പോയിൻ്റ് എ = 5ഉം ബി = 3ഉം. മോഡ് എഫ് എന്ന് പറയുന്നത് 1 + y² ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. ഇവിടെ കെ എന്ന് പറയുന്നത് 10 ആണ്. കെ എന്ന് പറയുന്നത് 10 ആവും. അതുപോലെ തന്നെ ഡെൽ എഫ് ബൈ ഡെൽ വൈ അതിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് മോഡ് 2y ആണ്. ദാറ്റ് ഈസ് 2 × മോഡ് വൈ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ദാറ്റ് ഈസ് 6. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ബി ബൈ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/10 ദാറ്റ് ഈസ് 0.3 ദാറ്റ് ഈസ് ലെസ് ദാൻ എ. നമ്മളവിടെ പറഞ്ഞു ആൽഫ എന്ന് പറയുന്ന വാല്യൂ, സൊല്യൂഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എയേക്കാളും ചെറുതായിരിക്കണം എന്നുള്ളതാണ്. എയ്ക്കും ബി ബൈ കെയ്ക്കും ഇടയിലായിരിക്കും ആ വാല്യൂസ് എന്ന് പറഞ്ഞു. വൈ ഡാഷ് = 1 + y² വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻ y0 = 0. അതിനെ നമുക്ക്
dy by dx equal to 1 plus y square, which implies dy by 1 plus y square വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് സി എന്നുള്ളത് കിട്ടും. അവിടെ ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സി ഈക്വൽ ടു 0 എന്നുള്ളത് വരും. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു എക്സ്, ദാറ്റ് ഈസ് ടാൻ എക്സ് ഈക്വൽ ടു വൈ ബി ദി യുണീക്ക് സൊല്യൂഷൻ. ആൾസോ ദിസ് സൊല്യൂഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് പ്ലസ് ഓർ മൈനസ് π/2 എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമേ, ഈ റെക്റ്റാങ്കുലറിൽ കണ്ടിന്യൂസ് ആണ് എല്ലാ പോയിൻറ്റുകളിലും ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. പക്ഷേ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് π/2 അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ അവിടെ നമുക്ക് ടാൻ π/2 എന്ന് പറയുന്നത് 0 ആയിപ്പോവും അല്ല ഇൻഫിനിറ്റ് വാല്യൂ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡിസ്കണ്ടിന്യൂസ് ആണ് എന്നുള്ളതാണ് അവിടെ വരിക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൊല്യൂഷൻ യുണീക്കാണ് എന്നുള്ളത്, നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും അത് യുണീക്കാണെന്നും പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത് നോൺ യുണീക്ക്നെസ്, ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. y ഡാഷ് ഈക്വൽ ടു റൂട്ട് മോഡ് y ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇനിഷ്യൽ കണ്ടീഷൻ ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ has the two solutions y approximately equal to 0 and y star equal to x square by 4 if x greater than or equal to 0 minus x square by 4 if x less than 0. ഇങ്ങനെ നമുക്ക് സൊല്യൂഷൻസ് കിട്ടുമെന്നാണ് നോക്കേണ്ടത്. അത് നോക്കാം. നമുക്ക് y ഡാഷ് ഈക്വൽ ടു റൂട്ട് മോഡ് y, dy by dx ഈക്വൽ ടു റൂട്ട് മോഡ് y എന്നാവും. dy by റൂട്ട് മോഡ് y ഈക്വൽ ടു dx എന്നുള്ളത് കിട്ടും. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 2 ഇൻറ്റു റൂട്ട് മോഡ് y ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. അത് ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സി എന്ന് പറയുന്നത് 0